ഇനി വേറൊരു ഒരു 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 പ്രശ്നം ചിലർ ഉന്നയിക്കുന്നൊരു കാര്യമുണ്ട്. അർമഗദോൻ യുദ്ധം ഒരു യഥാർത്ഥ യുദ്ധമല്ല, ഉണ്ടോ. അതൊരു ആത്മീയ യുദ്ധമാണെന്ന് വാദിക്കുന്ന ചില ആത്മീയവാദികളുണ്ടെന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥ ഒരു ലിറ്ററൽ ഒരു ബാറ്റിലല്ല. ഇത് എന്തോ ഒരു ആത്മീയ പോരാട്ടമാണ്. പൗലോസ് പറഞ്ഞില്ലേ എഫേസ്യർ 6-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ആകാശത്തിൽ ആ അധികാരങ്ങളോടെന്നുള്ള ആ വാക്യം. അപ്പോൾ ആത്മീയ യുദ്ധമല്ല, ഇതൊരു ആത്മീയ യുദ്ധമാണ്, ഇതൊരു ലിറ്ററൽ ഫൈറ്റ് അല്ലെന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട് അല്ലേ. ചിലർ വിശ്വസിക്കുന്നത് ഭൗതിക തലത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു യഥാർത്ഥ യുദ്ധമാണെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മെ പോലെയുള്ളവർ ഇത് എന്തുവാണ് യഥാർത്ഥ ഒരു ലിറ്ററൽ ഒരു ഫൈറ്റാണ്, ബാറ്റിലാണെന്ന് വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ ആണവായുധം പോലെയുള്ള ഒരു ഗ്ലോബൽ ഏറ്റുമുട്ടൽ ഇതായിരിക്കുമെന്ന് നാം വിശ്വസിക്കുമ്പോൾ മറ്റു ചിലർ പറയുന്നത് എന്താണ്, ഇത് നന്മയും തിന്മയും തമ്മിലുള്ള ആത്യന്തികമായ ഒരു ആത്മീയ പോരാട്ടമാണെന്നാണ്. എന്നാൽ ഇതിൽ വിശ്വസിപ്പാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ ക്രിസ്തു തന്നെ അത് വെളിപ്പെടുത്തിയിട്ട് ക്രിസ്തു തന്നെ അതിന് പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം കർത്താവ് പറയുക യേശുക്രിസ്തു അരുളി ചെയ്തിരിക്കുന്നത് പോലെ, അപ്പോൾ ദാനിയേൽ പ്രവാചന പുസ്തകത്തിൽ അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന നമ്മളെ വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ വായിക്കുന്നവൻ എന്ത് ചെയ്യണം? ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പം ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കും. അത് ലിറ്ററലാണ്, അതൊരു ആത്മീയമായ കാഴ്ചപ്പാടൊന്നുമല്ല. ദാനിയേൽ 9:24 അതിൻ്റെ 27-ാം വാക്യം വായിക്കും. ഇപ്രകാരം നാം കാണുന്നു, ഇസ്രായേൽ രാജ്യം ഒരു 10 രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഒരു 10 രാജ്യങ്ങളുള്ള അതിന് ആന്റിക്രൈസ്റ്റ് യൂറോപ്യൻ കൂട്ടായ്മയുടെ തലവനുമായി ഒരു ഉടമ്പടി ഒപ്പിടും. അത് അവരെ 7 വർഷം സംരക്ഷിക്കും. ആ ഉടമ്പടി 7 വർഷം സംരക്ഷിക്കപ്പെടും. അവർ മറ്റ് ശത്രു രാജ്യങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന ഒരു സംരക്ഷണം അവർക്കുണ്ട്. അപ്പോൾ യെരൂശലേമിൽ അവരുടെ ദേവാലയം പുനർനിർമ്മിക്കുക. അപ്പോൾ ഈ കാലയളവിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. യെരൂശലേമിൽ ഇന്നിപ്പോൾ ഡോം ഓഫ് ദ റോക്ക് ഒരു സ്മാരകം അല്ലെങ്കിൽ ഒരു ദേവാലയം അവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ യെരൂശലേം എന്ത് ചെയ്യും? ഈ 7 വർഷം സമാധാന കരാറിൽ അല്ലെങ്കിൽ ആന്റിക്രൈസ്റ്റ് ഒപ്പിടുമ്പോൾ ഈ ദേവാലയം പുനർനിർമ്മിക്കപ്പെടും എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ദേവാലയം പുനർനിർമ്മിക്കപ്പെടണം. പഴയ ശലോമോന്റെ ദേവാലയം അവിടെ പുനർനിർമ്മിക്കപ്പെടും. അവൻ ഈ ഒരാഴ്ചത്തേക്ക് പലരോടും അവൻ നിയമത്തെ കഠിനമാക്കും. പക്ഷേ ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ എന്ന് പറഞ്ഞാൽ ഈ 7 വർഷത്തിൽ 3.5 വർഷം കഴിയുമ്പോൾ അവൻ ഹനനയാകും ഭോജനയാകും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. അപ്പം നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നതിൻ്റെ മേൽ കോപം ചെയ്യുന്നവൻ 3.5 വർഷം കഴിയുമ്പോൾ യഹൂദനുമായി അവൻ എന്തു ചെയ്യും? കരാറ് ലംഘിക്കും. ഈ പ്രവചന സംഭവങ്ങളുടെ ശ്രേണി അല്ലെങ്കിൽ അതിൻ്റെ സീരിയൽ അത് ശരിയാണെങ്കിൽ ഒരു മഹോദരവും അതിൻ്റെ ആദ്യ പകുതിയിൽ ഇസ്രായേൽ അവരുടെ ദേശത്ത് ഉണ്ടാകും. ആദ്യ പകുതിയിൽ നിന്നും 3.5 വർഷത്തിൽ ലോകത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സംരക്ഷണം, അതായത് ഒരു യൂറോപ്യൻ യൂണിയൻ്റെ ആൻറ്റിക്രൈസ്റ്റിൻ്റെ സംരക്ഷണത്തിൽ അത് സമാധാനത്തിൻ്റെയും ആ കാലഘട്ടം 3.5 വർഷം സമാധാനത്തിൻ്റെയും സുരക്ഷതയുടെയും ഒരു കാലഘട്ടമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത്രയും ശ്രേഷ്ഠനായ യൂറോപ്യൻ യൂണിയൻ്റെ മുഴുവൻ സപ്പോർട്ടും അവർക്കുണ്ട്. അവർ സമാധാനം അന്നുണ്ടാവും. അന്ന് ഇതുപോലെ ഹമാസിൻ്റെയോ അല്ലെങ്കിൽ തീവ്രവാദികളുടെയോ ഒന്നും പ്രശ്നങ്ങൾ ഇസ്രായേലിന് നേരിടേണ്ടി വരില്ല. ആ കാലത്തെക്കുറിച്ച് പറയുന്നത് യഹസ്കേൽ 38:8 അല്ലെങ്കിൽ 11-14 വാക്യങ്ങളിൽ പറയുന്നത് അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കുന്നൊരു കാലഘട്ടം എന്ന് പറയാം. 3.5 വർഷക്കാലം മതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശം എന്നാണ് അതിനെക്കുറിച്ച് 11-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ സമാധാനത്തോടെ ഇസ്രായേൽ വാഴുന്ന ഒരു സമയമാണ്. ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് ചോദിക്കാവുന്ന കാര്യം, ഈ 7 വർഷ കാലയളവിൽ സഭ എവിടെ എന്നൊരു ചോദ്യം പ്രസക്തമായൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഓർക്കാം, ഈ 7 വർഷം അല്ലെങ്കിൽ ഈ ട്രിബുലേഷൻ പീരീഡ് 7 വർഷത്തെ ഈ സമയം സഭ എവിടെയായിരിക്കും? അപ്പോൾ ഇതിന് പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ സഭ 7 വർഷത്തെ ഉടമ്പടി കാലയളവിൽ ഉണ്ടാകുമോ? ഈ സഭ ഈ ഭൂമിയിലുണ്ടോ? അല്ലെങ്കിൽ കർത്താവിൻ്റെ സഭ വിശ്വസിക്കുന്ന തൻ്റെ മക്കൾ ഭൂമിയിലുണ്ടാകുമോ എന്നൊരു പ്രസക്തമായ ചോദ്യം. അപ്പോൾ ഈ 7 വർഷ കാലയളവ് എന്താണ്? അപ്പോൾ ദാനിയേൽ പ്രവചനം 9:27 പ്രകാരം നാം കണ്ടു കഴിഞ്ഞു. 7 വർഷ കാലഘട്ടം അതൊരു ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡാണ്. അത് ആരംഭിക്കുമെന്ന് നാം എല്ലാം വിശ്വസിക്കുകയാണ്. ഇത് അന്തിക്രിസ്തു ഇസ്രായേലുമായുള്ള ആ ഉടമ്പടി ചെയ്യുന്ന സമയമാണ്.
ഈ 7 വർഷം. അപ്പോൾ 3.5 വർഷത്തിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്ത് ചെയ്യും? അന്തിക്രിസ്തു ആ ഉടമ്പടി ലംഘിക്കും. അപ്പോൾ യെരൂശലേം ദേവാലയത്തിൽ ബലികൾ അല്ലെങ്കിൽ യാഗങ്ങൾ നൃത്തം ചെയ്യും. പിന്നെ അവനെ തന്നെ ദൈവമായി അവൻ പ്രഖ്യാപിച്ചു. ഈ കാലയളവിൽ അവസാനം യേശുക്രിസ്തു രണ്ടാമത്തെ വരവ് ഉണ്ടാകും, അല്ലെങ്കിൽ അന്തിക്രിസ്തുവിൻ്റെ പരാജയം സംഭവിക്കുകയും ചെയ്യും. അപ്പം ഈ കാലയളവിൽ സഭ ഈ കാലയളവിൽ ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യം, അതൊരു പ്രസക്തമായ 3 പ്രധാനപ്പെട്ട വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്. അതിൽ പ്രീ ട്രിബുലേഷൻ റാപ്ചർ അല്ലെങ്കിൽ സഭ ഈ 7 വർഷ കാലയളവിൽ ഉണ്ടാകില്ല എന്ന് അതാ പ്രീ ട്രിബുലേഷൻ. അപ്പോൾ ട്രിബുലേഷന് മുമ്പ് ഈ 7 വർഷത്തെ ഈ മഹോപദ്രവത്തിന് മുമ്പ് സഭ എന്ത് ചെയ്യും? ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും എന്ന് വാദം. ഈ വാദപ്രകാരം സഭ ഈ കാലയളവിന് മുമ്പ് തന്നെ റാപ്ചർ ആകും എന്ന് അഭിപ്രായപ്പെടുന്നു. അത് ഭൂരിഭാഗം ഓർത്തഡോക്സ് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ദൈവവചനം വിശ്വസിക്കുന്ന, അത് ലിറ്ററലായി സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നത് എന്താണ്? സഭ ഈ കാലയളവിൽ ഇവിടെ ഉണ്ടാകില്ല എന്ന അഭിപ്രായക്കാരാണ്. അവർ ഒരേ അഭിപ്രായക്കാരാണ്. 1 തെസ്സലോനിക്ക് 4:16 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസികൾ കർത്താവിനെ എതിരേൽക്കാൻ വേണ്ടി ആകാശമേഘങ്ങളിൽ എടുത്തുകൊള്ളുന്നത്, അതൊരു രഹസ്യമായ ഒരു ഇമിനൻ്റ് റിട്ടേൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ രഹസ്യമായ വരവിൽ കർത്താവ് തൻ്റെ വിശ്വാസികൾ എടുക്കുന്ന ഒരു മർമ്മമാണ് പൗലോസ് അവിടെ പറയുന്നൊരു മർമ്മം. നമുക്കാർക്ക് അറിയാത്തൊരു മർമ്മം. ക്രിസ്തു അവിടെ വരും. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്ന വിശ്വാസികളിലെ ആ പരീക്ഷണ സമയത്ത് അല്ലെങ്കിൽ ഈ ട്രിബുലേഷൻ സമയങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് 3:10 നാം കാണുന്ന വെളിപ്പാട്. എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ അത് ഭൂമിയിൽ, അത് ഫിലദെൽഫ്യ സഭയ്ക്ക്, നീ വചനം കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലേക്കും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡിൽ ഞാൻ നിന്നെ കാക്കും എന്ന വചനത്തിൻ്റെ ആധാരപ്രകാരം കർത്താവ് എന്ത് ചെയ്യുന്നതിന് മുമ്പേ ദൈവസഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുമെന്ന് നാം വിശ്വസിക്കുന്നു. റോമൻസ് 5:9 അവൻ്റെ രക്തത്താൽ നീതിരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പോൾ കോപത്തിൽ നിന്ന് അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കുമെന്ന് പൗലോസ് പറയുന്നു. 1 തെസ്സലോനിക്കർ 1:9 മുതൽ 10 വാക്യങ്ങളിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ. അപ്പോൾ വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു. അപ്പോൾ ദൈവം എന്ത് ചെയ്യില്ല? മഹോദരവും വരുവാനുള്ളൊരു കോപം എന്ന് പറഞ്ഞാൽ മഹോദര കാലഘട്ടമാണ്. ആ 7 വർഷത്തിൽ നിന്ന് ദൈവസഭയെ തന്നെ വിശ്വസിക്കുന്നത് രക്ഷിക്കുമെന്ന് ആര് പറയുന്നു? പൗലോസ് പറയുന്നു. അതിൻ്റെ 5:9 വാക്യത്തിലും നാം വായിക്കും ദൈവം നമ്മെ കോപത്തിനല്ല, അപ്പോൾ ദൈവം നമ്മെ കോപത്തിന് ഏൽപ്പിക്കുകയില്ല എന്ന് പറയും. അതിൻ്റെ 10-ാം വാക്യത്തിൽ നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നീ. അപ്പോൾ രക്ഷിക്കപ്പെടും എന്ന് നാം കാണുന്നു. അപ്പോൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ നിങ്ങൾ നോക്കിക്കോണം. ട്രിബുലേഷൻ ആ സഭയെ ഈ കാലയളവിൽ സഭ ഉണ്ട്, അല്ലെങ്കിൽ സഭയുടെ ഒരു പരാമർശവും അവിടെ കാണുന്നില്ല. 3-ാം അധ്യായത്തിന് ശേഷം സഭയുടെ പരാമർശങ്ങളൊന്നും അവിടെ കാണുന്നില്ല. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 4-ഉം 5-ഉം അധ്യായത്തിൽ വിശ്വാസികൾ സ്വർഗത്തിൽ കാണപ്പെടുന്നു. പ്രത്യുത ഈ അധ്യായങ്ങളിൽ 4-ഉം 5-ഉം വരെ സ്വർഗം തുറന്നിരിക്കുന്നതും അപ്പോൾ വിശ്വാസി സമൂഹം സ്വർഗത്തിൽ കാണപ്പെടുന്നു എന്നത് ട്രിബുലേഷന് മുമ്പ് ദൈവസഭ റാപ്ചർ സംഭവിക്കുമെന്ന് സൂചിപ്പിക്കുന്ന സൂചനകളാണ്. അപ്പോൾ ദിസ് മീൻസ് ദ ചർച്ച് കനോട്ട് ഗോ ത്രൂ ദ ഗ്രേറ്റ് ഡേ ഓഫ് റാത്ത്. ട്രിബുലേഷൻ പീരീഡിൽ കടന്നു പോവുകയില്ല എന്ന് നാം വിശ്വസിക്കുന്നു. ദൈവം തൻ്റെ ന്യായവിധി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ജനത്തെ പലപ്പോഴും സംരക്ഷിക്കുന്നതായി നാം ബൈബിളിൽ കാണപ്പെടും. മറ്റ് ബൈബിൾ ഭാഗങ്ങൾ നാം നോക്കിയാൽ കർത്താവിൻ്റെ ന്യായവിധിക്ക് മുമ്പ് സഭയെ രക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, തൻ്റെ മക്കളെ രക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. 2 പത്രോസ് 2:5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ കാണുക, വായിക്കുക. അപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ ന്യായവിധിക്ക് മുമ്പ് നിങ്ങൾക്കറിയാം ഏനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പം നോഹിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും വെള്ളപ്പൊക്കത്തിൻ്റെ ന്യായവിധിക്ക് മുമ്പ് പെട്ടകത്തിലുണ്ടായിരുന്നു അല്ലേ? അതിന് ദൈവം അവരെ രക്ഷിച്ചതല്ലേ. ലോത്ത് ന്യായവിധി ആ സോദോമിനും ഗോമോറയ്ക്കും മേൽ ചൊരിയുന്നതിന് മുമ്പ് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടു. അതുപോലെ തന്നെ മിസ്രയീമിൽ എബ്രായരുടെ ജ്യേഷ്ഠ ജനങ്ങൾ ന്യായവിധി വരുന്നതിന് മുമ്പ് പെസഹ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടു. അതുപോലെ ജെറിക്കോ അല്ലെങ്കിൽ ജെറിക്കോ മതിലെ ചാരന്മാർ സുരക്ഷിതരായി പുറത്തു പോയതിനു ശേഷം
മാത്രമേ ജെറിക്കോയ്ക്ക് മേൽ ന്യായവിധി വന്നുള്ളൂ. എറിഹോ പട്ടണത്തെയും നശിപ്പിച്ചു. അപ്പോൾ രാഹാബും അതിലുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സഭയും റാപ്ചർ വഴി അല്ലെങ്കിൽ ട്രിബുലേഷൻ ന്യായവിധി വരുന്നതിന് മുമ്പ് സുരക്ഷിതമായി എടുക്കപ്പെടുമെന്ന് നാം വിശ്വസിക്കുന്നു. അപ്പം അവസാനം ഈ സഭ ഈ 7 വർഷത്തെ ഈ ഈ ഉടമ്പടിക്ക് മുമ്പ് തന്നെ റാപ്ചർ ആയിരിക്കും. അതിനാൽ എന്തുമില്ല, ട്രിബുലേഷൻ അവർ അനുഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതിനകത്ത് വേറെ ഒരു വാദക്കാരുണ്ട്. അവരെ പറയുന്നത് മിഡ് ട്രിബുലേഷൻ റാപ്ചർക്കാരെന്നാണ്. മിഡ് ട്രിബുലേഷൻ റാപ്ചർ എന്ന് പറയുന്ന സഭ ആദ്യ 3.5 വർഷം മിഡ് ട്രിബുലേഷൻ റാപ്ചർ ആദ്യ 3.5 വർഷം ഉണ്ടാകും. അതുപോലെ ഈ 7 വർഷ കാലയളവിൽ ഈ ട്രിബുലേഷൻ പീരീഡിൽ 7 വർഷത്തിൽ 3.5 വർഷം സഭയുണ്ടാകും. പക്ഷേ അതിൻ്റെ മധ്യേ സഭ എടുക്കപ്പെടും. ഇപ്പോൾ ദാനിയേൽ 9:27 പ്രകാരം അന്ത്യക്രിസ്തു 3.5 വർഷം കഴിഞ്ഞ് ഉടമ്പടി ലംഘിക്കും എന്നതിനാൽ ചിലർ ഈ സമയത്ത് വിശ്വാസികൾ റാപ്ചർ ആകുമെന്ന് കരുതുന്നവരുണ്ട്. 1 കൊരിന്ത്യർ 15:52 വാക്യമൊക്കെ അവർ ആധാരമായി പറയുന്നത്. അവസാന കാഹളം മുഴങ്ങുമ്പോൾ വിശ്വാസികൾ ഉയർത്തപ്പെടും. ചിലർ ഇതിനെ വെളിപ്പാട് പുസ്തകം 11:15 പറയുന്നവ 7ാമത്തെ കാഹളവുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ രോഗരാജ്യത്തിൽ നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു, അവൻ എന്നേക്കും വാഴും എന്ന സ്വർഗത്തിൽ മഹാഘോഷമുണ്ട്. അതായത് ആദ്യം 3.5 വർഷം സഭ ട്രിബുലേഷൻ അനുഭവിച്ചേക്കാം. പക്ഷേ ഏറ്റവും മോശമായ ഭാഗം തുടങ്ങുന്നതിന് മുമ്പ് സഭ എടുക്കപ്പെടും എന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ സഭ ആദ്യം 3.5 വർഷം കാണും. പക്ഷേ മഹാവിപത്ത് കാലം അല്ലെങ്കിൽ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡിൽ ആരംഭിക്കുന്നതിന് മുമ്പ് സഭ എടുക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരെയാണ് മിഡ് ട്രിബുലേഷൻ വിശ്വാസികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വേറൊരു പോസ്റ്റ് ട്രിബുലേഷൻ, വേറൊരു വാദം ഇതാണ്. പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചർ സഭ മുഴുവൻ 7 വർഷവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ പോസ്റ്റ് ട്രിബുലേഷൻ റാപ്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 24 അവരുടെ വാക്യങ്ങൾ ഇതൊക്കെയാണ്. മത്തായി 24 29 31 ട്രിബുലേഷൻ കഴിഞ്ഞ് യേശു തൻ്റെ വിശ്വാസികളെ ശേഖരിക്കുമെന്ന് പറയുന്നു. ഇപ്പോൾ 29 പറയുന്ന ആ കാലത്തിൻ്റെ ഘട്ടം കഴിഞ്ഞ് ഉടനെ സൂര്യൻ ഇരുണ്ടു പോവും, ചന്ദ്രൻ പ്രകാശം കൊടുക്കുക, നക്ഷത്രങ്ങൾ ആകാശത്ത് വീഴും, ആകാശത്തിൽ ഇളകി പോവും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവർ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അപ്പം അറുതി മുതൽ അറുതി വരെ കൂട്ടിച്ചേർക്കും എന്ന് പറയുന്നത് കൊണ്ട് അവർ എന്താ പറയുക, പോസ്റ്റ് ദൈവസഭ അന്ത്യകാലഘട്ടത്തിൽ ട്രിബുലേഷൻ പീരീഡിൽ കടന്നു പോകുമെന്ന് വിശ്വസിക്കുന്നതാണ്. വെളിപ്പാട് ദിവസം 13:17 അന്ത്യക്രിസ്തു വിശുദ്ധന്മാരെ ജയിക്കും എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഭ ആ ട്രിബുലേഷൻ അനുഭവിക്കുമെന്നുള്ള തെളിവായി അവർ ചിലർ അതിനെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ 7 വിശുദ്ധന്മാരോടുള്ള യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു എന്നുള്ള ആ വാക്യത്തിന്മേലും അവർ ഇന്ന് പോസ്റ്റ് ട്രിബുലേഷനിൽ വിശ്വസിക്കുന്നു. പ്രാരംഭ ക്രൈസ്തവർ അല്ലെങ്കിൽ പേഴ്സിക്യൂഷൻ അനുഭവിച്ചു. അതുകൊണ്ട് അവസാന സഭയും പേഴ്സിക്യൂഷനിൽ അനുഭവിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. അപ്പോൾ അവസാനം അതിൻ്റെ കൺക്ലൂഷൻ പറഞ്ഞാൽ സഭ മുഴുവൻ ട്രിബുലേഷൻ കാലയളവും അനുഭവിച്ച ശേഷം മാത്രമേ ക്രിസ്തു തിരിച്ചു വരൂ എന്ന് അവർ വിശ്വസിക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ഉടമ്പടി അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരം ദൈവസഭ എന്തു ചെയ്യും? 3.5 വർഷത്തിന് ശേഷം ഈ യൂറോപ്യൻ നേതാവ് ആൻറ്റിക്രിസ്തുമായി ഒരു മൃഗം പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഈ കവനൻ്റ് ഈ ബിഗിനിങ്ങിൽ അല്ലെങ്കിൽ ഈ ട്രിബുലേഷൻ നടക്കുന്നതിന് മുമ്പ് ഈ കവനൻ്റ് ഒപ്പിടും. അതാണ് മത്തായിയുടെ സുവിശേഷം, ഉടമ്പടി ഒപ്പിടും. അതായത് മത്തായിയുടെ 24 ഒക്കെ വായിക്കുന്ന വെളിപ്പാട് ദിവസം 6-19 വരെയുള്ള ഒരു ഉടമ്പടി. അപ്പം ഈ 3.5 വർഷത്തിന് ശേഷം ഉടമ്പടി ഒപ്പിട്ടാലും ഈ 3.5 വർഷത്തിന് 3.5 years ഈ യൂറോപ്യൻ നേതാവ് അല്ലെങ്കിൽ മൃഗം അത് പ്രത്യക്ഷപ്പെടും. അവൻ ഇസ്രായേലുമായുള്ള ഉടമ്പടി ലംഘിക്കും. യഹൂദ ദേവാലയത്തിൽ തൻ്റെ സ്വന്തം പ്രതിമ സ്ഥാപിക്കും. ലോകത്തെ തന്നെ ആരാധിക്കാനും അനുസരിക്കാനും അവൻ എന്തു ചെയ്യും? ശ്രമിക്കും. അല്ലേ? അതൊക്കെ നാം വാക്യങ്ങൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ആ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ഒരു മ്ലേച്ഛത വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ.
ക്ലേശകാലത്തിൻ്റെ അല്ലെങ്കിൽ ആ പേശിക്കൂഷൻ അവസാന 3.5 വർഷങ്ങളിൽ ലോകം ദൈവത്തിൻ്റെ കോപം അനുഭവിക്കും. ഈ കാലഘട്ടം ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തോടെ അവസാനിക്കും. അവൻ സാത്താനെയും മൃഗത്തെയും പരാജയപ്പെടുത്തി തൻ്റെ രാജ്യം സ്ഥാപിക്കും. അപ്പോഴാണ് അർമ്മൂദം യുദ്ധം നടക്കുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ട്രിബുലേഷനിൽ ദൈവസഭ എടുക്കപ്പെടുമോ എടുക്കപ്പെടില്ലയോ ഒന്നൊന്നും നമുക്ക് വിഷയമല്ല. ദൈവസഭ എടുക്കപ്പെടും എന്ന വിശ്വാസത്തിൽ വിശ്വസിക്കുന്നതാണ്. അല്ലെങ്കിൽ പോയി ട്രിബുലേഷൻ ദൈവസഭ ദൈവത്തോടു കൂടെ ആണപ്പെടുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഉള്ളവനാണ് ഞാനും ഈ ഉള്ളവനും. അതുപോലെ തന്നെ ദൈവസഭ എടുക്കപ്പെട്ടാലും എടുക്കപ്പെട്ടില്ലെങ്കിലും നാം വിശ്വസിക്കുന്നു. നാം എന്തു ചെയ്യും? കർത്താവിനോട് കൂടെ എന്തായാലും വാഴും. കർത്താവിൽ വിശ്വസിക്കുന്നു. പ്രതികൂലങ്ങളുണ്ടാകാം, ഘട്ടങ്ങളുണ്ടാകാം. പക്ഷേ ക്രിസ്തുവിനോടുകൂടെ നാം എന്തു ചെയ്യും? നാം വാഴുന്ന ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ എന്തു ചെയ്യും? എത്രയും വേഗം യൂറോപ്യൻ ഒരു നേതാവ് അവൻ വെളിപ്പെടും. മൃഗം എത്രയും വേഗം പ്രത്യക്ഷമാകും. അവൻ ഇസ്രായേലുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കും. ഈ ഉടമ്പടി 3.5 വർഷത്തിൽ അവൻ ലംഘിക്കും. അവൻ്റെ സ്വന്തം പ്രതിമ ആ ഇസ്രായേൽ പണിയുന്ന ആ ശലോമോൻ്റെ ദേവാലയത്തിൽ അവർ വയ്ക്കും. ലോകത്തെ അവനെ ആരാധിപ്പാൻ എല്ലാവരെയും എന്തു ചെയ്യും? അവന് കമ്പൽ ചെയ്യുന്നൊരു ദിവസം ഏറ്റവും ആസന്നമായി ഇരിക്കുന്ന ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശ്വസിച്ച് നിൽക്കുന്ന നിങ്ങൾ കാണുമ്പോൾ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്തു ചെയ്യണം? നിങ്ങൾ ചിന്തിക്കണം. ആ 3.5 വർഷം ദൈവത്തിൻ്റെ കോപം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ പ്രത്യാഗമനത്തോടെ അത് അവസാനിക്കും. എന്ന് പറഞ്ഞാൽ ക്രിസ്തു വരുന്നു തൻ്റെ സഭയോടുകൂടി. ഞാൻ വിശ്വസിക്കും ക്രിസ്തു തൻ്റെ മണവാട്ടി സഭയുമായി ഒലിവുമലയിൽ അവനോട് ഒന്നിച്ച് വരികയും അവൻ ലോകത്തിൻ്റെ രാജ്യത്വം ഏറ്റെടുക്കുകയും ചെയ്യും. ആ യുദ്ധത്തിൽ എന്തു ചെയ്യും? അവൻ വരുമ്പോൾ അവൻ രാജ്യം സ്ഥാപിക്കുമ്പോൾ അർമ്മദോൻ എന്ന യുദ്ധത്തിൽ താൻ അന്ത്യക്രിസ്തുവിനെ അവൻ സൈന്യത്തെയും അവസാനമായി അവൻ പരാജയപ്പെടുത്തി ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തിൽ നിങ്ങൾക്കും ഉറച്ചു നിൽക്കാം. ദൈവ ജനങ്ങളെ, എന്നെ കേൾക്കുന്ന മറ്റ് ജാതീയരായ ജനങ്ങളെ, വിശ്വാസമില്ലാത്തവരും അക്രിസ്ത്യാനികളായിട്ടുള്ളവരും ഒക്കെ ഞാൻ പറയുന്ന കാര്യം, ദൈവം എന്ത് ചെയ്യും? എത്രയും വേഗം കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ തൻ്റെ സഭയെ എടുപ്പാൻ അവൻ വരും. ആ കാലയളവ് ഏറ്റവും ആസന്നമായി. ആ കാലയളവിൽ ആ ഭാഗ്യം നിങ്ങൾക്ക് ലഭിപ്പാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക, കർത്താവിനോട് കൂടെ ദൈവസഭയുടെ അംഗമായി തീരുക. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ഒരു പ്രവചനം, അടുത്ത ഒരു സന്ദേശവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ.